ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മ വിഷ്ണു രുദ്രമഹേശ്വര സദാശിവ ദുർഗാലക്ഷ്മി സരസ്വതി സാവിത്രി രാധാ ദേവീ നമഃ. ഓം പ്രസീദി വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദി വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമയ മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സകനാഭവതു സകനോ പുനക്തു സകവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം മാനോ ഭദ്രാഃ കൃതവോ യന്തു വിശ്വതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്തസിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമോ നമഃ. ഭക്തജനങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരാശക്തിയുടെയും ആദിശങ്കര ഭഗവത്പാദരുടെയും അനുഗ്രഹ കാരണം നമുക്കിപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമാഹാത്മ്യത്തെ മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇന്ന് 22ാമത്തെ സ്തോത്രമാകുന്നു. ഈ സ്തോത്രത്തിൻ്റെ മന്ത്രം എന്ന് പറയപ്പെടുന്നത് ഓം ശ്രീ ഭവാന്യൈ നമഃ. ഓം ശ്രീ ഭവാന്യൈ നമഃ. ഈ ശ്ലോകത്തിൻ്റെ ജപത്താൽ ഉണ്ടാകുന്ന ഫലപ്രാപ്തി എന്ന് പറയുന്നത് ഇഹലോക സുഖത്തെ പ്രാപിക്കുവാൻ വേണ്ടി ഈ ജന്മത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം സുഖത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം നേടിയെടുക്കാനാണ് ഈ സ്തോത്രജപം ചെയ്യുന്നത്. ഇഹലോകത്തിൽ സുഖമനുഭവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സനാതനധർമ്മത്തിൽ ആധ്യാത്മികത്തിൻ്റെ ശാസ്ത്രഭാഗത്ത് നോക്കിയാലും സ്മൃതികളുടെ ശാസ്ത്രഭാഗത്ത് നോക്കിയാലും പൂർവ്വജന്മങ്ങളിൽ നാം ചെയ്തിട്ടുള്ള പാപപുണ്യത്തിന് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മം നമുക്ക് ലഭിച്ചതും അതനുസരിച്ച് നമ്മൾ സുഖദുഃഖങ്ങളെയും ഭോഗങ്ങളെയും എല്ലാം അനുഭവിക്കുന്നതുമെല്ലാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേവലം ഈ ഒരു 4 സ്തോത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഈ ലോക സുഖത്തെ പ്രാപിക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യം വരാം. അത് ഉചിതമാണ്. പരാശക്തി എന്ന് പറയപ്പെടുന്ന മഹത്തത്വം ഈ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് പോലെയാകുന്നു. ചെറിയ ബാങ്കുകളിലെ പ്രശ്നം വരികയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് കൈയിട്ട് ആ സംഗതികളെ അവർക്ക് ശക്തി നൽകി അവരെ പുനരുജ്ജീവിപ്പിക്കും, താങ്ങും തണലുമായിരിക്കും. അതുപോലെ പരാശക്തിയുടെ അനുഗ്രഹം ലഭിക്കുന്ന പക്ഷം നാം ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറിയ പാപങ്ങളെയെല്ലാം നിഷ്പ്രയാസം പരാശക്തിക്ക് ദഹിപ്പിച്ച് കളയുവാനും പുതുതായൊരു ജീവിതം അനുഭവിക്കുവാനും അനുഗ്രഹം സാധിക്കുന്നതാണ് ദേവിക്ക് എന്നുള്ളതിൽ യാതൊരു വ്യത്യാസമില്ല. അതുമാത്രമല്ല, നാം ശുദ്ധരാകുന്നിടത്തോളം കാലം നമ്മളുടെ പൂർവ്വജന്മങ്ങളിലെ സുഹൃതം മാത്രമേ നമ്മളെ ബാധിക്കുകയുള്ളൂ. അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നാം സുഖമനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നു. സങ്കല്പത്തിൽ പറയേണ്ടതായ മന്ത്രം ഐഹിക അശേഷ സുഖലാഭാർത്ഥം 20 ശ്ലോകം ജപേത്. ഐഹിക അശേഷ സുഖ ലാഭാർത്ഥം 20 സ്തോത്രം അല്ലെങ്കിൽ ശ്ലോകം ജപേത് എന്ന് പറയുന്നു. ഈ ശ്ലോകം എന്തിനു വേണ്ടി ആദിശങ്കര ഭഗവത്പാദ രചിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാശക്തിയെ ഭജിക്കുന്നത് കൊണ്ടും ധ്യാനിക്കുന്നത് കൊണ്ടും ദേവിയുടെ സ്തോത്രങ്ങളെ ജപിക്കുന്നത് കൊണ്ടെല്ലാം എന്താണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്, ഒരു ഭക്തന് എന്താണ് ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ സ്തോത്രത്തിൽ മഹാത്മ്യം കാണപ്പെടുന്നത്. ജപിക്കേണ്ട രീതി: രാവിലെ കിഴക്കുമുഖം നോക്കി ഇരുന്ന് 45 ദിവസവും 1000 പ്രാവശ്യം ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തുന്നതായാൽ അവർക്ക് ഭരണാധികാരിത്വം, പദവി, മന്ത്രിസ്ഥാനങ്ങൾ, ഉയർന്ന ഭരണാധികാരം എന്നിവയെല്ലാം ലഭിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുപ്പിൽ വിജയം പ്രാപിക്കാൻ ഈ ഒരു സ്തോത്രത്തെ സിദ്ധി ചെയ്താൽ മതി. കാരണം എല്ലാവരും നമുക്ക് വശപ്പെട്ടവരായിത്തീരും. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രവണത എല്ലാ ജീവരാശികളിലും ഉണ്ടായിത്തീരും.
കാരണം നമ്മൾ നല്ലവനായതുകൊണ്ട്. ഈ സ്തോത്രജപം ചെയ്ത് സിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ നല്ലവളായി തീരുന്നു. പുണ്യം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഈ മന്ത്രം ജപിക്കാനുള്ള പ്രത്യേകമായ സ്ഥലങ്ങൾ പറയുന്നുണ്ട് ശാസ്ത്രപുസ്തകത്തിൽ തന്നെ. ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിലോ നദിയോരങ്ങളിൽ തടാകങ്ങളുടെ സമീപത്ത് എല്ലാം ഇരുന്നു കൊണ്ട് ജപിക്കുകയാണെങ്കിൽ ഈ സ്തോത്രം വേഗം ബലം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇഹത്തിലും പരത്തിലും എല്ലാ കാലങ്ങളിലും പരം എന്നുള്ളത് ഇല്ലാതായിത്തീരും ഈ ഇഹത്തിൽ അനുഭവിക്കുന്ന സുഖം നിമിത്തം. കാരണം പരാശക്തി ഭക്തന് നൽകാൻ പോകുന്ന വരം എന്ന് പറയുന്നത് സായുജ്യ പദവിയാകുന്നു. ഈ 100 ശ്ലോകങ്ങളിലുള്ള സൗന്ദര്യലഹരിയിൽ 22ാമത്തെ സ്തോത്രമായ അല്ലെങ്കിൽ ശ്ലോകമായ ഈ സ്തോത്രമാണ് ദ ക്രൗൺ അല്ലെങ്കിൽ കിരീടമായി നിൽക്കുന്നത്. ഈ 100 സ്തോത്രങ്ങളിലും വെച്ച് ഈ സ്തോത്രമാണ് കിരീടമായിരിക്കുന്നത്. കാരണം പരാശക്തിക്ക് അത്യധികം ഇഷ്ടമുള്ള ദേവിയുടെ ഒരു പുണ്യനാമം ഈ സ്തോത്രത്തിൽ ഉള്ളതുകൊണ്ടാണ്. നിവേദിക്കേണ്ടത് ചിത്രാന്നം, അതായത് പലവിധമായ അന്നാഹാരങ്ങൾ, അതുപോലെ തന്നെ ത്രിമധുരം, പഴങ്ങൾ എല്ലാം നിവേദിക്കാവുന്നതാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് പരാശക്തിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാകുന്നു. അപ്പോൾ ഇന്ന് പലർക്കും സ്ഥാനമാനം കിട്ടിയിരിക്കുന്നത് അവർ ദുഷ്കർമ്മം ചെയ്യുന്നു, നല്ല കർമ്മം ചെയ്യുന്നതുള്ളത് വേറെ. അവർക്കെല്ലാം സ്ഥാനമാനം കിട്ടിയിരിക്കുന്ന അവരെല്ലാം പൂർവ്വജന്മങ്ങളിൽ ഇതുമാതിരി ദേവീ ഭജനം ചെയ്തിട്ടുണ്ടാവും, സത്കർമ്മ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ കൊണ്ട് ഒരിക്കലും ഈ യോഗം കിട്ടുന്നതല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെയും വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരുടെ എല്ലാം ആണുങ്ങളാണെങ്കിൽ വലത് കൈയും പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഇടത് കൈയും നോക്കുക. അതിൽ സൂര്യരേഖ എന്ന് പറയുന്ന ഈ വലിയ, അതായത് മോതിരം വിരലുണ്ടല്ലോ, അതാണ് സൂര്യ അങ്കുലിയം. അതിന് നേരെ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ലൈൻ കാണും, ഒരു രേഖ. അത് വന്ന് ഈ ഹാർട്ട് ലൈൻ, ഫേറ്റ് ലൈൻ എന്നുള്ളതിനെ ക്രോസ് ചെയ്ത് നിൽക്കും. ഇവരെല്ലാം മഹാപുണ്യവാന്മാരാണ്. പൂർവ്വജന്മങ്ങളിൽ ദൈവത്തിനെ അത്രയധികം ആരാധിച്ചിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ യോഗം. ഈ വര, അതായത് പാമശ്രീ കൈരേഖാശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, നോക്കാൻ പറ്റും. ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളുടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വര വളരെ പ്രധാനമായിരിക്കും. അതേമാതിരി തന്നെ പുരുഷൻ്റെ ഇടത് കൈയിൽ നോക്കുകയാണെങ്കിൽ പൂർവ്വജന്മത്തിൽ അതേമാതിരി കാണും. സ്ത്രീകളാണെങ്കിൽ ഇടത് കൈ മാത്രം നോക്കിയാൽ മതി, വലത് കൈ അവരുടെ പുരുഷഭാഗത്തിൻ്റെ കൈയാവുന്നു, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ കൈയാവുന്നു. ഈ വര കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് കൈവിരലുകളെല്ലാം നല്ല കൂർമ്മയായിട്ടുണ്ടാവും. പലർക്കും ഈ മന്ദം പിടിച്ച മാതിരി ഉണ്ടാവും വിരല്. അങ്ങനെയില്ലാതെ ഒരു വിരലിൻ്റെ സാമ്യത പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത്. വെണ്ടയ്ക്കയുടെ അടിഭാഗം ഉള്ളത് മാതിരി കൂർമ്മയായിരിക്കണം. ഇവരെല്ലാം സുഖഭോഗങ്ങളെ അനുഭവിക്കാൻ വേണ്ടി ജീവിച്ചിട്ടുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ എങ്ങനെയായാലും ആ സുഖഭോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ചില നിമിത്തങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് സാമുദ്രിക ശാസ്ത്രത്തിൽ വരുന്ന ഒരു തത്വമാണ്. എന്തായാലും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ടാണ് ഒരാൾക്ക് ഈ സ്ഥാനമാനങ്ങൾ കിട്ടുന്നത്. കാരണം രാജകൃപ, രാജപീഠ, രാജ്യലക്ഷ്മി, കോശനാഥ്, ഇങ്ങനെയെല്ലാമുള്ള പുണ്യനാമങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് രാജ്യദായിനി, രാജ്യത്തെ കൊടുക്കുന്നവൾ, രാജ്യത്തെ ഭരിക്കുവാൻ കൊടുക്കുന്നവൾ എന്നുള്ള അർത്ഥമെല്ലാം ഉണ്ട്. അപ്പോൾ ശക്തിയുടെ അധീനതയിലാകുന്നു ബ്രഹ്മാദികളും അണ്ടചരാചരങ്ങളും. ശക്തിക്ക് ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ദേവിയുടെ പ്രീതി ഒന്ന് മാത്രം ലഭിക്കുന്ന പക്ഷം അവന് ഈ ലോകത്തിൽ സമ്പാദിക്കാനായിട്ട് ഒന്നും ഉണ്ടാവുന്നതല്ല, എല്ലാം സമ്പാദിക്കാൻ പറ്റും. അവൻ സമ്പാദിക്കാതെ കണ്ട് തന്നെ അവനടുത്ത് കൊണ്ടുവന്ന് ചേർക്കുന്നതാണ്. അതാണ് കടാക്ഷ കിങ്കിരീഭൂത കമലാ കോടി സേവിതായി നമഃ ലളിതാ സഹസ്രനാമത്തിൽ നാം പറയുന്നുണ്ട്. ഈ സ്തോത്രത്തിനുള്ള ചക്രം എന്ന് പറയപ്പെടുന്നത് ചക്രങ്ങളിലെ ഏറ്റവും വലിയ ചക്രം. ഇതിന് മുകളിൽ ഒരു ചക്രമില്ല. ശ്രീയന്ത്രം അല്ലെങ്കിൽ ശ്രീചക്രം. ഈ ചക്രമാകുന്നു ഇതിലെ യന്ത്രമായി ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ സ്തോത്രത്തിൻ്റെ ഗംഭീരത അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ശ്രീചക്രം തന്നെ യന്ത്രമായി കൊടുത്തിരിക്കുന്നത് ഈ സ്തോത്രത്തിന്. ഇതിലെ ഏറ്റവും അധികം ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു മന്ത്രമാണ് ഭവാനി. ഭവന്റെ പത്നി എന്നാണ് അർത്ഥം. ഭവാനി എന്നുള്ള നാമമാകുന്നു പരാശക്തിയെ അത്യധികം സന്തോഷപ്പെടുത്തുന്നത്. ഈ നാമം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉത്തമനായ ഒരു ഭക്തനെ
പരാശക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തനായി മാറ്റി അവന് സായുജ്യ പദവിയെ നൽകുന്നു ദേവി. സ്തോത്രം എന്ത് പറയുന്നു നോക്കാം. ഭവാനി ത്വം ദാസേമയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഹ തഥൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിതപദം. മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം. ഭവാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവപത്നി അല്ലെങ്കിൽ ശിവന്റെ പട്ടമഹിഷിയായിരിക്കുന്നവൾ. ദാസേമയി, എന്നെ ദാസനാക്കൂ, നിന്റെ ദാസനാക്കൂ എന്ന് പറയുന്നു. വിതരഹ, അങ്ങനെ ചെയ്താലും. വിതരഹ, വിതരസി, വിതരം എന്നുള്ള നാമം ഈ പ്രപഞ്ചത്തെ വിതരം ചെയ്തേരി. ദൃഷ്ടിം സ കരുണാം, കരുണയോടുകൂടി എന്മേൽ കടാക്ഷം ചൊരിയണമേ. പരാശക്തിയുടെ കാരുണ്യഭാവത്തോടു കൂടിയ ദൃഷ്ടിയാണ് എൻ്റെ മേൽ പതിക്കേണ്ടത്. കാരണം പരാശക്തിക്ക് പല രൂപങ്ങളുണ്ട്. ചില രൂപങ്ങളെല്ലാം മനുഷ്യ ധർമ്മമെടുത്ത് ജീവിക്കുന്ന നമുക്ക് അതിനെ എതിർകൊള്ളാൻ സാധ്യമല്ല. ഇതിസ്തോതും വഞ്ചൻ കഥയതി, ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഭക്തൻ സ്തോത്രം ചെയ്യുന്നതിന് എന്നെ നിന്റെ ദാസനാക്കൂ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പിൽ തന്നെ എന്തിനാണ് പറയുന്നത്? ഭവാനി ത്വമിതി യഹ, അല്ലയോ ഭവാനി എന്ന് സംബോധന ചെയ്ത് ഭക്തൻ പരാശക്തിയെ വിളിക്കുന്നു. ആ ഭവാനി എന്നുള്ള നാമം കേട്ട് കഴിഞ്ഞ മാത്രത്തിൽ തന്നെ പരാശക്തി അത് പിന്നെ ശേഷം അവൻ എന്താ പറയാൻ പോകുന്നത് എന്നുള്ള കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. ഉടനെ തന്നെ അവനെ പ്രസാദിക്കുന്നു. എങ്ങനത്തെ പ്രസാദമാണെന്ന് പറയുന്നുണ്ട്. ത്വം തസ്മൈ ദിശസി, അവന് നീ പെട്ടെന്ന് കൊടുക്കുന്നു ആ ഭക്തന് നിജസായുജ്യ പദവിയും, അതായത് നിന്റെ ചേതനാസ്വരൂപത്തിന് ഭേദമില്ലാതെ ആത്മസായുജ്യത്തെ നൽകുന്ന സായുജ്യ പദവിയെ നീ നൽകുന്നു ആ ഭക്തന്. ആ സായുജ്യ പദവി എന്ന് പറയുന്നത് പരാശക്തിയുടെ തൃപ്പാദങ്ങളാകുന്നു. ആ പാദങ്ങൾ എങ്ങനെയുള്ള പാദങ്ങളാകുന്നു? മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം. അതായത് മുകുന്ദൻ വിഷ്ണു, ബ്രഹ്മദേവൻ, ഇന്ദ്രൻ മഹേന്ദ്രൻ, സ്ഫുടമകുടം എന്ന് വെച്ചാൽ അവരുടെ കിരീടത്തിൽ നിന്ന് വരുന്ന പ്രകാശം, അവർ അണിഞ്ഞിരിക്കുന്ന നവരത്നങ്ങൾ പതിച്ചതായിരിക്കുന്ന പ്രത്യേക ശക്തികളുള്ള കിരീടങ്ങൾ. ഇത് ഓരോ ബ്രഹ്മാദികളും ദേവന്മാരും അവരുടെ ശിരസിൽ അണിയുന്നു. അവർക്ക് കിരീടമാണ് വളരെ പ്രാധാന്യം. നീരാജിത പദാം, നീരാഞ്ജനം ചെയ്യപ്പെടുന്ന പരാശക്തിയുടെ ഈ തൃപ്പാദങ്ങളെ സായുജ്യം എന്ന് പറയപ്പെടുന്നു. സായുജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാത്മ ജീവാത്മ ഐക്യത്വം എന്നർത്ഥം. അതായത് ഭക്തൻ സ്വാമിയിൽ ലയിക്കുന്ന രൂപത്തെയാകുന്നു സായുജ്യം എന്ന് പറയുന്നത്. മുക്തി പ്രധാനമായും 5 വിധത്തിലാണ്. മനുഷ്യജീവികൾക്കെല്ലാം 4 ഉള്ളൂ. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. 5ാമത്തേതാണ് കൈവല്യം. കൈവല്യം എക്സ്ക്ലൂസീവ്ലി റിസർവ്ഡ് ഫോർ സദാശിവൻ. അത് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് കിട്ടില്ല. അത് ഒറ്റൊരു സീറ്റേ ഉള്ളൂ. ആ ഒരു സീറ്റ് ആളുണ്ട് അവിടെ. പരാശക്തി തൻ്റെ ഭർത്താവിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാലോക്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ ലോകത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. പിന്നെയുള്ളത് സാമീപ്യം, ഭഗവാന്റെ അടുത്ത് ചെന്ന് പരാശക്തിക്ക് ഉപചാരാദികൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുക. സാരൂപ്യം, ഭഗവാനെ പോലെ തന്നെ നമുക്കുമുള്ള ദിവ്യ ശരീരം ലഭിക്കുക. സായുജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനിൽ ആത്മചൈതന്യമായിരിക്കുന്ന അല്ലെങ്കിൽ ജീവസ്വരൂപമായിരിക്കുന്ന പശുധർമ്മത്തെ അനുഗമിക്കുന്ന ഈ ഓരോ ഭക്തനും പരാശക്തിയുടെ ആ സായുജ്യത്തിൽ, സായുജ്യം എന്ന് കഴിഞ്ഞാൽ യോജിക്കുക. സായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശക്തി എന്നുള്ള പരമതത്വം, യൂജ്യ എന്ന് വെച്ചാൽ അതിൽ പോലും ചേരുക. അപ്പോൾ ഭക്തൻ തൻ്റെ അസ്തിത്വത്തെ മറന്ന് പരാശക്തിയിൽ തന്നെ ലയിച്ചു ചേരുന്നു. അപ്പോൾ ആ ശക്തിയും ഈ ഭക്തനും ഒന്നായിത്തീരുന്നു. വേദങ്ങളിൽ പറയുന്നുണ്ട് തത്വമസി. സാമവേദത്തിലെ മുഖ്യവാക്യമാകുന്നു തത്വമസി. ശബരിമലയിലൊക്കെ പോയ കാണാൻ പറ്റും, മുകളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും തത്വമസി എന്ന്.
തത്വമസി അസി തത്വം. തത്വം നീ തന്നെയാണ്, നീ തന്നെയാണ് തത്വം. യു ആർ ദാറ്റ് ഈസ് യു എന്ന് പറയുന്ന നീ തന്നെയാണ് ബ്രഹ്മം. ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മത്തിൻ്റെ ഒരു സ്ഫുടമാകുന്നു നീ. അപ്പോൾ നമ്മളെപ്പോഴാണ് ബ്രഹ്മമായി തീർന്നത്? ബ്രഹ്മത്തിൽ ഐക്യമാകുമ്പോൾ. ബ്രഹ്മം നമ്മളിൽ നിന്ന് ഐക്യമാകുന്നില്ല. നാം ബ്രഹ്മത്തിൽ പോയി ഐക്യമാകുമ്പോഴാണ് നമ്മളുടെ അസ്തിത്വം മറന്ന് നമ്മളുടെ ഐഡന്റിറ്റി എല്ലാം ഇല്ലാതായി നാം ബ്രഹ്മത്തിൽ ലയിക്കുന്നത്. പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ജീവാത്മാവ് വളരെ കഷ്ടപ്പെട്ട് പല സാധനങ്ങളെല്ലാം ചെയ്ത് ഒടുവിൽ പരമാത്മാവിൽ ലയിക്കുക എന്ന് പറയുന്നതാണ് സായുജ്യം. അതുപോലെ തന്നെ മാന്ത്രിക വഴിപാട് വഴിക്കും സായുജ്യ പദവിയെ നൽകാനുള്ള ഒരു ഉപായം വൈദിക കർമ്മങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സായുജ്യ ഹോമെല്ലാം ചെയ്ത് അത് അടയാമെന്ന്. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അതിൽ. എന്തെങ്കിലും 4 മന്ത്രം പറഞ്ഞ് കുറച്ച് പൂജയെല്ലാം ചെയ്തുകൊണ്ട് ഒരാൾക്ക് സായുജ്യ പദവി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണല്ലോ, എല്ലാവരും ചെയ്യും. അതല്ല, ഈ സായുജ്യ പദവി എന്ന് പറയാൻ അതിന് അത്രത്തോളം എലിജിബിലിറ്റി, യോഗ്യത ഉണ്ടാക്കി തീരണം ആ ആത്മാവിന് അല്ലെങ്കിൽ ആ ജീവന്. അപ്പോൾ അത്രയധികം വലിയൊരു യാഗയത്നം ചെയ്യേണ്ടി വരും. ദാനങ്ങളെല്ലാം കൊടുക്കുകയും കുറച്ചുപോലും അഹന്തയില്ലാതെ പഞ്ചശുദ്ധിയോടുകൂടിയ യജ്ഞങ്ങൾ ചെയ്തു വേണം ആ പദവിയെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പദവി നേടിയെടുക്കാൻ. കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വേദത്തിൽ വിധിച്ചിരിക്കുന്ന ഉപാസനാകാണ്ഡത്തിൽ പല മന്ത്രക്രിയകളും പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്ന വർഷം ഇന്ന ഫലം കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ നാരദ ഭക്തി സൂത്രം പറയുന്നത് ഇതെല്ലാം അങ്ങനെ ചെയ്യാനുള്ള ഒരു താല്പര്യത്തെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി മഹാന്മാർ എഴുതി ചേർത്തിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നു. നാരദർ പറയുന്നത് എല്ലാവരിലും വെച്ച് സൂപ്പർസീഡ് ചെയ്യാനുള്ള പവറുണ്ട്. കാരണം നാരദർ നിത്യം ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളെയും പരാശക്തിയെല്ലാം പോയി സന്ദർശിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാകുന്നു. അത് കാരണം അദ്ദേഹം പറയുന്നതിന് മോർ ക്രെഡിബിലിറ്റി ഉണ്ട്, വിശ്വസിക്കുകയും ചെയ്യാം എന്നാണ് എൻ്റെ താല്പര്യം, എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞു വരുന്നത് ഭവാനിത്വം ദാസേമയി വിതരദൃഷ്ടിം സകരുണാം. അല്ലയോ പരാശക്തി, ആദിശങ്കര ഭഗവത്പാദർ പറയുന്നു, അമ്മേ നിന്റെ കാരുണ്യം എന്ന് പറയുന്നത് എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല, എൻ്റെ ബുദ്ധിയിൽ കൊള്ളുന്നതുമല്ല. എങ്കിലും ഞാനൊരു ചെറിയ ഭാവന പറയുകയാണ്. അതായത് നിന്നെ ആരെങ്കിലും ഭവാനി എന്ന് വിളിക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ഭവാനി 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 എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പരാശക്തിയെ ഉദ്ദേശിച്ച് വേണം ഈ നാമം പറയാൻ. അങ്ങനെ ഭവാനി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭക്തൻ പറയുന്നു, ദാസനായ എന്നിൽ കരുണയോടുകൂടിയ കടാക്ഷം ചെയ്താലും. അതാണ് ഭവാനി ത്വം ദാസേമയി. കരുണയോടുകൂടിയ കടാക്ഷത്തെ എന്നിൽ ചെയ്താലും എന്ന് സ്തോത്രം ജപിക്കുവാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഭക്തൻ. ഈ മുഴുവൻ 4 വരികളുള്ള സ്തോത്രങ്ങൾ ജപിക്കുന്നതിന് പകരം അദ്ദേഹം ഭവാനിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ പരാശക്തി അതിനുശേഷം ഈ ഭക്തൻ അല്ലെങ്കിൽ സാധകൻ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും വെയിറ്റ് ചെയ്യാതെ ഉടനെ തന്നെ സദ്യപ്രസാദിനി, പെട്ടെന്ന് പ്രസാദിക്കുന്നു. എങ്ങനെ? അപ്പോൾ തന്നെ പരാശക്തിയായ നീ വിഷ്ണു, ബ്രഹ്മ, ഇന്ദ്രൻ എന്നുള്ള ദേവന്മാർ, ബ്രഹ്മാദികൾ, മഹാത്മാക്കൾ ഇവர்களെല്ലാം പരാശക്തിയുടെ തൃപ്പാദങ്ങളെ നിത്യം നമസ്കരിച്ച് പൂജ ചെയ്ത് പരാശക്തിയുടെ അനുഗ്രഹം വാങ്ങിച്ച് ചെല്ലുന്നവരാണ്. അവർക്ക് എന്നും അവരെ കാണാൻ പറ്റുന്നില്ല. അവരുടെ കാലണ്ടറിൽ ഡെയിലി എന്ന് വെച്ചാൽ നമുക്ക് വന്ന് കോടിക്കണക്കുള്ള വർഷങ്ങളാവും. എങ്ങനെയുള്ള പാദങ്ങളാണ് പരാശക്തിയുടേത് നോക്കണം ഇവിടെ. കാരണം സാധാരണ നമ്മൾ പരാശക്തി അല്ലെങ്കിൽ വലിയ മുതിർന്ന സീനിയറായിട്ടുള്ള ദൈവങ്ങളെ കാണാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ചൂടെയുള്ള ഗ്രേഡിലുള്ളവർ തങ്ങളുടെ കിരീടം അഴിച്ചു മാറ്റി ശിരസ് കൊണ്ട് വേണം നമിക്കുവാൻ. കിരീടത്തോടു കൂടി തന്നെ നമിക്കരുത്. ഇതൊരു ശാസ്ത്രവിധിയാണ്. പക്ഷേ ഇവിടെ ഈ ബ്രഹ്മാദികളെല്ലാം കിരീടത്തോടു കൂടി തന്നെ പെട്ടെന്ന് വന്ന് പരാശക്തിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. കാരണം എനിക്ക് മുമ്പിൽ ഇദ്ദേഹം പോയാലോ അയാൾക്ക് മുമ്പിൽ ഇദ്ദേഹം പോയാലോ എന്നുള്ള ഒരു ധൃതി, ഞാനാണ് ആദ്യം പരാശക്തിയുടെ പാദത്തിൽ പോയി വീഴേണ്ടത് എന്നുള്ള ഒരു പ്രേരണ, പെട്ടെന്ന് എല്ലാവരും ചെന്ന് ഓടിച്ചെന്ന് കർട്ടൻ തുറന്നു കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഈ ഗുരുവായൂരിൽ രാവിലെ പോയി നിന്നാൽ കാണാം, 2 മണി 2:15 പോയി നിന്നാൽ മതി. അവിടെ വാഗച്ചാർത്തിന് വേണ്ടി ആ നട തുറക്കാൻ വേണ്ടി ആളുകൾ അങ്ങനെ കാത്തിരിക്കും. നാരായണ 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 പറഞ്ഞുകൊണ്ട് പകുതി ഉറങ്ങിക്കൊണ്ട് ജപിക്കും, പകുതി ധ്യാനിച്ചുകൊണ്ട് ജപിക്കും, പലരും ഉണർന്നുകൊണ്ട് ജപിക്കും, എല്ലാം ഉണ്ടാവും. ദർശനത്തിനായി നട തുറന്നു കഴിയുമ്പോൾ ഒരു ശബ്ദമുണ്ട്, എൻ്റെ നാരായണാന്ന് ഒരേ വലിയ ശബ്ദത്തോടു കൂടി അങ്ങനെ ഇറമ്പിച്ച് കയറുന്നത് കാണാം അതിനകത്ത്. അതുപോലെയാണ് ഭക്തജനങ്ങൾ പരാശക്തിയെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി ഇങ്ങനെ തിടുക്കം കൂട്ടി ഓടി വരികയാണ് ഒരാൾ.
അപ്പോൾ ഈ കിരീടം മാറ്റിവെക്കണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ പോലും ഇത് മറന്നു. ഇനി അഥവാ കിരീടം മാറ്റിവെച്ച് പരാശക്തിയെ ദർശിക്കാൻ പോകാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പോകുന്നതിന് മുമ്പിൽ അദ്ദേഹം പോയി നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയാലോ എന്നുള്ള ഒരു ആലോചന കൊണ്ട് അവർ കിരീടം മാറ്റിവെക്കാൻ പോലും മറന്ന് അതോടുകൂടി തന്നെ പരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ പോയി വീണ് നമസ്കരിക്കുന്നു. അവരങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ കിരീടത്തിലുള്ള പ്രകാശം, കാന്തിവലയം, അതിൽ പലവിധമായ നവരത്നങ്ങളെ പതിച്ചിട്ടുള്ള കിരീടങ്ങളാകുന്നു. ഇതെല്ലാം പരാശക്തിയുടെ പാദങ്ങളിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ പരാശക്തിയുടെ പാദം എങ്ങനത്തെ പാദമാകുന്നു? നഗദീതി സംചന്ന നമജ്ജന തമോ ഗുണായൈ നമഃ. ശക്തിയുടെ പാദങ്ങളിൽ ആരെല്ലാം നമസ്കരിക്കുന്നുവോ അവരുടെ അജ്ഞാനം അപ്രത്യക്ഷമായി തീരുന്നു. മാത്രമല്ല പരാശക്തിയുടെ ആ പാദങ്ങളിലുള്ള പദാങ്കുല്യങ്ങളിലുള്ള നഖങ്ങൾ എന്ന് പറയപ്പെടുന്നത് കണ്ണാടി പോലെ മിനുസമുള്ളതും പ്രതിഫലന ശക്തിയും ഉള്ളതാകുന്നു. മുമ്പിൽ തന്നെ ഫസ്റ്റ് ശ്ലോകത്തിൽ തന്നെ പഠിച്ചു പരാശക്തിയുടെ പാദങ്ങളുടെ മഹാത്മ്യം. ആ പാദങ്ങളിൽ ഈ കിരീടത്തോടു കൂടിയ നമസ്കാരം എന്താ നടക്കുന്നത്? അവിടെ നീരാഞ്ജനം ചെയ്യുന്നതിന് സമമാകുന്നു. അവിടെ ദീപാരാധന കാട്ടുന്നത് മാതിരി ഉണ്ടത്രേ. ഒരു ക്ഷേത്രത്തിലെ ബിംബത്തിന് മുമ്പിൽ പൂജാരി പഞ്ചമുഖദീപം അല്ലെങ്കിൽ പല മുഖദീപമായിട്ടുള്ള വിളക്കും കർപ്പൂര ഒക്കെ കാട്ടുന്ന നേരത്ത് ഒരേ പ്രകാശമയമായിരിക്കും. അതിനകത്ത് ഈ കയ്യിൽ ഏന്തിയിരിക്കുന്ന ദീപത്തിൻ്റെ പ്രകാശം, ഭഗവാന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശം, ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ചൈതന്യത്തിൻ്റെ പ്രകാശം എല്ലാം കൂടി ചേർന്ന ഒരു വലിയ ഒരു പ്രഭാപൂരമാകുന്നു അവിടെ. അതുപോലെയാണ് നിന്റെ പാദങ്ങൾ. ആ പാദങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം കാലം ഇതാണ് സായുജ്യം, യഥാർത്ഥമായ സായുജ്യം. നിജസായുജ്യമായിരിക്കുന്ന ഈ പദവിയെ ആ ഭക്തന് നൽകുന്നു നീ, അല്ലെങ്കിൽ ആ ഭക്തയ്ക്ക് നൽകുന്നു. അപ്പോൾ ഭക്തിശ്രദ്ധയോടുകൂടി ധ്യാനിക്കുന്ന നേരത്ത് പരാശക്തിയുടെ ഈ തൃപ്പാദങ്ങളെ ധ്യാനം ചെയ്തുകൊണ്ട് മന്ത്രം ജപിക്കുകയാണെങ്കിൽ, ഈ സ്തോത്രം ജപിക്കുകയാണെങ്കിൽ ആ ആത്മാവിന് സായുജ്യ പദവി ലഭിക്കുന്നു. ഇഹത്തിൽ സുഖവും പരത്തിലും സുഖം ലഭിക്കുന്നു. ഇഹജീവിതം എന്ന് പറയുന്നത് ഈ ജന്മം ഈ ശരീരത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലമാകുന്നു. അപ്പോൾ ഇഹത്തിലും സുഖം തരാനുള്ള സാധ്യതയുണ്ട്, പരത്തിലും സുഖം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ലളിതാ സഹസ്രനാമം കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് ലളിതാ സഹസ്രനാമത്തിലെ ബലശ്രുതി പറയുന്നുണ്ട്. അതുമാത്രമല്ല ദേവീവചനം കൊണ്ട് മാത്രമേ ഇഹത്തിലും പരത്തിലും സുഖത്തിൽ നമുക്ക് ലഭിക്കാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ പരാശക്തിയായ എന്നിൽ കാരുണ്യകടാക്ഷത്തെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സാധകൻ ഭവാനി എന്നുള്ള നാമം പറഞ്ഞ ആ നേരം കൊണ്ട് തന്നെ അവന് സായുജ്യ പദവികൾ നൽകുന്നു. ഈ സായുജ്യ പദവി അത്ര എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഭവാനി എന്നുള്ള നാമത്തിന് പലവിധമായ അർത്ഥങ്ങളുണ്ട്. ഭവൻ എന്ന് പറയുന്നത് പരമശിവന്റെ ഒരു നാമമാകുന്നു. എപ്പിത്തറ്റ് എന്ന് പറയും. അതായത് അഷ്ടമൂർത്തി സ്വരൂപനാണ് പരമേശ്വരൻ. പരമേശ്വരന്റെ അഷ്ടമൂർത്തി സ്വരൂപത്തിൽ ഒരു മൂർത്തി ആകുന്നു ഭവൻ. ഭവൻ, സർവൻ, രുദ്രൻ, പശുപതി, ഉഗ്രൻ, മഹാദേവൻ, ഭീമൻ, ഈശാൻ എന്നാണ് ഈ 8 മൂർത്തികളുടെ പേര്. അതിലെ ഭവന്റെ പത്നിയായിരിക്കുന്നവൾ ഭവാനി. ഭവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമൂർത്തിയായ പരമശിവൻ, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ കർത്താവ്. ഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഗരം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സംസാരം എന്ന് പറയാറുണ്ട്. ഭവസാഗരം എന്ന് പറയും. ഈ സംസാര സാഗരം, അതായത് ഭൂലോകത്തിലെ ജീവിതത്തെയാണ് സംസാര സാഗരം എന്ന് പറയുന്നത്. നമ്മളുടെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അസ്തിത്വം ഈ ഭവമാകുന്നു. മനുഷ്യജീവിയായി ജീവിക്കാൻ നമ്മളുടെ പെർമനന്റ് ഹൗസ് അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് എന്ന് പറയപ്പെടുന്നത് ഭൂലോകമാണ്. ജീവൻ പല ജീവികളായി ജീവിക്കുന്നു. ഒടുവിൽ എല്ലാ ജീവികളുടെയും സീനിയറായിട്ടുള്ള മനുഷ്യജന്മം സിദ്ധിച്ച ശേഷം അവൻ ഈ ഭൂലോകത്തെ തന്നെ അവൻ്റെ വാസസ്ഥാനമായി അഡ്രസ്സ്. അതുകൊണ്ടാണ് നരലോകം എന്ന് പറയുന്നത്. നരകലോകമല്ല, നരലോകം. നരന്മാരുടെ ലോകം നരലോകം, ദേവന്മാരുടെ ലോകം ദേവലോകം, പിതൃക്കളുടെ ലോകം പിതൃലോകം. അപ്പോൾ മനുഷ്യന്മാർക്കുള്ള ലോകമാകുന്നു ഈ ഭൂലോകം. ഈ ഭൂലോകത്തിൽ എല്ലാവിധമായ സുഖഭോഗങ്ങളെയും സൗഖ്യത്തെയും ആധ്യാത്മികത്തിൻ്റെ അത്യുന്നതമായിരിക്കുന്ന പദവിയായ സായുജ്യത്തെയും നൽകുന്ന ആ പരാശക്തി ഈ മഹാകൈലാസിൽ തന്നെ വാഴുന്നു. അതുകൊണ്ടാണ് കൈലാസം, പ്രാകൃത കൈലാസം എന്ന് പറയുന്ന ഒരു ചെറിയ മാതൃകാ കൈലാസം ഈ ഭൂലോകത്തിൽ തന്നെ കാണുന്നത്. മഹാകൈലാസം വേറെയുണ്ട്, സൂക്ഷ്മമാണ്. സ്ഥൂലമായി കാണപ്പെടുന്ന കൈലാസം തിബറ്റിലുണ്ട്.
ആ കൈലാസത്തിൽ ശിവപാർവതിയായി വാണരുന്നു. മറ്റുള്ള എല്ലാ ദൈവങ്ങൾക്കും മറ്റു ലോകങ്ങളാണ്. അവരൊന്നും ഭൂലോകമായി ടച്ചില്ല. അവരെവിടെയോ ഇരിക്കുന്നു. അവരെ പ്രാർത്ഥിച്ച് 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 ഒരു പക്ഷേ കാണാൻ പോലും പറ്റില്ല. എൻ്റെ അച്ഛൻ എപ്പോഴും കളിയാക്കും എൻ്റെ അമ്മയെ. അമ്മ വലിയ വിഷ്ണു ഭക്തിയാ, കൃഷ്ണ 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 നാരായണ എന്ന് പറഞ്ഞു ജീവിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ വലിയ ശിവഭക്തനാണ്. അച്ഛന് ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, ഉടനെ കണ്ണടച്ചിട്ട് ധ്യാനത്തിൽ പോകും. അത്രയും വലിയൊരു ആർഡന്റ് ഒരു ശിവഭക്തനാണ്. മറ്റുള്ള ദൈവങ്ങളെ കുറ്റം പറയൊന്നുമില്ല, പക്ഷെ അതൊക്കെ അത്ര തന്നെ പറയും. അപ്പോൾ അച്ഛൻ കളിയാക്കുന്ന അമ്മ എങ്ങനെയാണ്? നീ കൃഷ്ണ കൃഷ്ണ രാമ നാരായണ പറഞ്ഞുകൊണ്ടിരുന്നോ, നിന്റെ ദൈവം നിന്നെ വന്ന് രക്ഷിക്കുന്ന കുറച്ച് സമയം എടുക്കും. കാരണം എവിടെ നിന്നോ വരണം. എനിക്ക് നോക്ക്, ശിവശിവ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കൈലാസം ഓടി വിടെത്തിക്കൊള്ളും. അടുത്തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ ശിവനാണ് നമുക്ക് ഏറ്റവും അധികം എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ദൈവം എന്ന് പറയണം. അതായത് ശിവനാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം. നമ്മളുടെ എല്ലാം നാഥൻ ശിവനാണ്. മനുഷ്യജീവികളുടെ എല്ലാ ജീവന്റെയും ഒരേ ഒരു മുതലാളിയാണ്, അത് ശിവൻ. അതുകൊണ്ടാണ് ശിവൻ മാത്രം മറ്റുള്ള ദൈവങ്ങളെ മാതിരി വേറെ ഏതെങ്കിലും ലോകത്തിൽ പോയി ഇരിക്കാതെ ഭൂമിയിൽ നമ്മളൊപ്പം ജീവിക്കുന്നു, നമ്മളെ മാതിരി തന്നെ ജീവിക്കുന്നു. പലരും റിസർച്ച് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ശിവൻ നമ്മളെമാരി ഒരു മനുഷ്യനായി വന്ന് ജനിച്ച് ഇവിടുന്ന് വളർന്ന് ശിവനായി തീർന്നതാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഇരുന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. ശിവൻ ആരെയും ഒന്നും നിഷേധിക്കാൻ പോകുന്നില്ല. കാരണം എല്ലാം ശിവനാണ്. ഉണ്ട് എന്ന് പറയുന്നതും ശിവനാണ്, ഇല്ല എന്ന് പറയുന്നതും ശിവനാകും. ശിവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥവുമുണ്ട്. ചൈതന്യ വടിവമായ ജീവൻ. ചൈതന്യമില്ലാത്ത ജീവനാണ് സാധാരണ ജനങ്ങൾ. ചൈതന്യമുള്ള ജീവൻ എന്ന് പറയുമ്പോൾ അത് ദൈവികമായി. അങ്ങനെ ജലമൂർത്തിയായ പരമശിവൻ, ജലമാണ് എല്ലാത്തിനും കാരണം, അല്ലേ? ആപോവ ഇതകം സർവം ഭൂധാന്യാപഹ പ്രാണാവ ആപഹ പശവ ആപോന്ന മാമോവൃത സമ്രാടാപോ വിരാടാവ സുരാടാവ ചന്ദാകും ശാപോ ബോധൃഗും ശാപഹ സത്യമാവഹ സർവാദേവാ ദേവത. എല്ലാവരും എല്ലാത്തിലുമായിരിക്കുന്നത് ഈ ജലമാകുന്നു. ജലഭൂതമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു സ്രോതസ് ജലമാകുന്നു. കുടിക്കുന്ന ജലം, ഹാർഡ് വാട്ടർ അല്ലാതെ കണ്ട് സ്വീറ്റ് വാട്ടർ എന്ന് പറയപ്പെടുന്ന, കുടിക്കാൻ പറ്റുന്ന, ജീവിക്കാൻ പറ്റുന്ന ജലം എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ആ ജലം പല ഭരണികളിലായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. ജലം ആകാശത്തിലുമുണ്ട്, മറ്റ് ലോകങ്ങളിലുമുണ്ട്, വായുവിലുമുണ്ട്. വായുവിൽ എവാപ്പറേഷനായി പോകുമ്പോൾ ജലത്തിൽ, അതായത് ഇപ്പോൾ എ സിയിൽ നിന്ന് വരുന്ന വിൻഡ് ഉണ്ടല്ലോ, അതിനകത്ത് ജലാംശമുണ്ട്. അത് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതാകും. അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ഇപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആകാശത്തിൽ നിന്ന് ജലത്തെ വലിച്ചെടുക്കുക. ഈ ഈർപ്പമുള്ള ഈ മേഘങ്ങളിൽ നിന്ന് തന്നെ, പ്രപഞ്ചത്തിൽ നിന്ന് ജലത്തെ ഉത്പാദിപ്പിക്കുക. അങ്ങനെയെല്ലാം ചെയ്തു വരുന്നുണ്ട്. ജലം എല്ലാ സ്ഥലത്തും, ജലമില്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. ജലമില്ലെങ്കിൽ അവിടെ ജീവനില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ആപോവ ഇതകം സർവം ആപഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം. ഇതകം സർവം, എല്ലാം എല്ലാമായിരിക്കുന്നത് ജലമാകുന്നു. അതുകൊണ്ട് പരമശിവനെ, ജലമൂർത്തിയായ പരമശിവനെ സർവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പരാശക്തിക്കും അഷ്ടമൂർത്തികളുണ്ട്. പരാശക്തിക്ക് 8 അഷ്ടമൂർത്തികളാണ്. 64 മൂർത്തിസ്വരൂപമായിട്ടാണ് പരാശക്തി തൻ്റെ അനുഗ്രഹത്തെ ഓരോ ജീവികൾക്കുമായി നൽകുന്നത്. ശിവന്റെ അഷ്ടമൂർത്തി സ്വരൂപത്തിൽ പറയുമ്പോൾ രുദ്രചമകത്തിലൊരു മന്ത്രമുണ്ട്. ഭവസ്യ ദേവസ്യ പത്നൈ നമഃ, സർവസ്യ ദേവസ്യ പത്നൈ നമഃ, രുദ്രസ്യ ദേവസ്യ പത്നൈ നമഃ, പശുപതീർദേവസ്യ പത്നൈ നമഃ, ഉഗ്രസ്യ ദേവസ്യ പത്നൈ നമഃ, മഹാദേവസ്യ ദേവസ്യ പത്നൈ നമഃ, ഭീമസ്യ ദേവസ്യ പത്നൈ നമഃ, ഈശാനസ്യ ദേവസ്യ പത്നൈ നമഃ എന്ന മന്ത്രജപമുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് ഭവസ്യ ദേവസ്യ പത്നൈ നമഃ, ഭവൻ എന്ന പരമശിവന്റെ പത്നിയായ പട്ടമഹിഷിയായിരിക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ് ഭവാനി. അതേമാതിരി സർവാണി സർമ്മധായിന്യേ നമഃ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വാക്കുണ്ട്. ശർവൻ എന്ന് പറഞ്ഞാൽ ഈ ജലമൂർത്തിയായിരിക്കുന്ന പോലെ തന്നെ അഷ്ടമൂർത്തികളുടെ ഒരുവനാകുന്നു ശർവൻ. ആ ശർവന്റെ പത്നി ശർവാണി, രുദ്രന്റെ പത്നി രുദ്രാണി എന്ന് ഓരോ നാമങ്ങൾക്കും പരാശക്തിയെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടായി തന്നെ, അദ്ദേഹത്തോട് തന്നെ ചേർന്നിരിക്കുന്ന അവിഭാജ്യ ഘടകമായി, അതായത് പിരിക്കാൻ പറ്റാത്ത ഒരു തത്വമാകുന്നു ശിവനും ശക്തിയും. അങ്ങനെ ശക്തിസ്വരൂപമായി തന്നെ ഇരിക്കുന്ന ആ ദേവിയുടെ തൃപ്പാദങ്ങളിൽ നിത്യസ്മരണ ചെയ്യുന്ന, അല്ലെങ്കിൽ ദിവസവും വന്ന് പ്രാർത്ഥന ചെയ്ത് നമസ്കരിച്ച് അവർ നിത്യസായുജ്യത്തിലാണ് ഇരിക്കുന്നത്, ദേവന്മാരും ബ്രഹ്മാദികളുമെല്ലാം. അങ്ങനെയുള്ള ആ തൃപ്പാദങ്ങളിൽ ഭക്തനായിരിക്കുന്ന എന്നെ നിന്നിൽ ഭക്തി ഉണ്ടാക്കി തരയണമേ എന്ന് പറയും. പരാശക്തിയുടെ ഭക്തി ലഭിക്കുവാൻ പരാശക്തിയുടെ പാദധ്യാനം മാത്രം തന്നെ മതി. അങ്ങനെയാണ് എല്ലാവർക്കും
ഈ സ്തോത്രം ജപിക്കുന്നത് കൊണ്ട് പരാശക്തി തൻ്റെ അത്യുത്തമമായിരിക്കുന്ന സായുജ്യ പദവിയെ ഭവാനി എന്നുള്ള നാമം പറഞ്ഞതുകൊണ്ട് തന്നെ കൊടുക്കുന്നു. മുഴുവനായിട്ട് പറയേണ്ട നാമം ഭവാനി ത്വം ദാസേ മയി പിതര ദൃഷ്ടിം സ കരുണാം എന്ന് ഫുള്ളായിട്ട് പറയണം. ആക്ച്വലി ചില ടീച്ചേഴ്സ് എല്ലാം വന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ശരിയാണോ എന്നൊന്ന് തിരുത്താനുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് ഉണ്ട്. അവർക്ക് ഈ വിദ്യാർത്ഥികളുടെ എഴുത്തിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന കമ്പോസിഷൻ ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ തന്നെ 2 വരി വായിച്ചു കഴിയുമ്പോൾ തന്നെ അവർ മനസ്സിലായി ഇത് ഇയാളെ അസഭ്യമൊന്നും എഴുതിയിട്ടില്ല, നല്ല പോയിന്റ്സ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. ആ മുഴുവൻ പഠിക്കാതെ കണ്ട് തന്നെ അവർ ടിക്കറ്റ് കൊടുത്ത് അതിന് ഫുൾ മാർക്ക് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കുകയില്ല. പക്ഷേ ഇവിടെ പരാശക്തി പറയുന്നത് ഭക്തനായാലും അഭക്തനായാലും പാപിയായാലും പുണ്യവാനായാലും ഈ മന്ത്രത്തെ 45 ദിവസം ഒരു ദിവസം 1000 പ്രാവശ്യം വീതം ഭവാനിത്വം ദാസേ മയി വിതര ദൃഷ്ടിംസ കരുണാം. അതുകൊണ്ട് ഭവാനിത്വം തത്വം ത്വം അസി, ത്വം എന്ന് വെച്ചാൽ നീ, നിന്തിരുവടി, പരമാത്മാ എന്നുള്ള സംബോധനാ വിഷയമാകുന്നു ഇത്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള, വളരെ എളുപ്പത്തിൽ സർവാഭിഷ്ടങ്ങളെയും നൽകുന്ന ഈ സ്തോത്രത്തെ ജപം ചെയ്ത് ഭക്തന്മാർ സായുജ്യ പദവി അടയേണ്ടതാകുന്നു. ഭവാനി ത്വം ദാസേ മയി വിധരദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഃ തഥൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിതപദാം. സർവം ജഗദംബാർപ്പണമസ്തു. ഹരി ഓം.